അധ്യാപകരുടെ തർക്കത്തിൽ കരുവാക്കപ്പെട്ട വിദ്യാർത്ഥിനിയുടെ പഠനം മുടങ്ങിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് HSSലേക്ക് KSUവും ASFും മാർച്ച് നടത്തിയ ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഈ വിഷയം അറിയുന്നതും അതിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത്. സ്കൂൾ മാനേജ്മെന്റ് എന്തെങ്കിലും അല്ലെങ്കിൽ സ്കൂളിന് എന്തെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുണ്ടോ? അവിടുത്തെ പ്രധാന അധ്യാപകനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ വിഷയത്തിൽ ഒരു വിശദീകരണം, തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിയുന്നുണ്ടോ? വിജയകുമാർ, ഇതുവരെയും നടപടിയിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഇപ്പോൾ തന്നെ നമ്മൾ വാർത്ത ഈ വിവരം, അതായത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള വിവരമാണ്. ഒരു കുട്ടിയുടെ പഠനം മുടങ്ങിയ സംഭവമാണ്. വലിയ മാനസിക വിഷമം കുട്ടി അനുഭവിക്കുന്നുണ്ട്. ഇത് വാർത്തയാക്കിയതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുകയും ഇതിനോടകം തന്നെ ഡെപ്യൂട്ടി ഉപവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ, പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിഷയത്തിൽ സ്വാഭാവികമായും നടപടിയെടുക്കേണ്ടത് മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് KSU അതേപോലെ തന്നെ ASF തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോൾ ആ സ്കൂളിൽ നടക്കുന്നത്. പ്രതിഷേധം ഇതുവരെയും ഒടുങ്ങിയിട്ടില്ല. ഈ പ്രിൻസിപ്പളുമായി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ചർച്ച നടത്തുന്നുണ്ട്. അവർ പറയുന്നത് അധ്യാപികയെ ഇനിയും തുടരാൻ അനുവദിക്കരുത്, മാത്രവുമല്ല മറ്റു കുട്ടികൾക്കും സമാനമായ അവസ്ഥ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തിയിട്ടുള്ള അന്വേഷണം അത് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. മാത്രവുമല്ല നടപടിയിലേക്ക്, വിശദമായ അന്വേഷണം നടത്തി നടപടിയിലേക്ക് കടക്കണം. കൂടാതെ ഒരാവശ്യം കൂടി ഉന്നയിക്കുന്നത്, കഴിഞ്ഞ കുറെ നാളുകളായി ഈ സ്കൂളിലെ അധ്യാപകർ തമ്മിലുള്ള ചേരിപ്പോര് അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ 4 മാസങ്ങൾക്ക് മുൻപ് ഈ സ്കൂളിലെ അറ്റൻഡൻസ് രജിസ്റ്റർ അധ്യാപകരുടെ തർക്കത്തെ തുടർന്ന് എടുത്തു മാറ്റുന്നതിന് CCTV ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ വലിയ വാർത്താ പ്രാധാന്യം, വർഷങ്ങളായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മളോട് പ്രതികരിച്ചപ്പോൾ ഈ സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യം പറഞ്ഞത്. ഏതായാലും ആ രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സ്കൂളിലേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നടക്കുകയാണ്. പ്രതിഷേധം തീരുമാനമാകും വരെ അധ്യാപികയെ താൽക്കാലികമെങ്കിലും ആയിട്ടെങ്കിലും മാറ്റി നിർത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് KSU ASF ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ രീതിയിൽ ഇപ്പോൾ അവിടെ ചർച്ചകൾ നടക്കുകയാണ്. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് HSSലേക്ക് KSUവും ASFും പ്രതിഷേധ മാർച്ച് നടത്തി. വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. അധ്യാപകരുടെ ചേരിപ്പോരുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചില പ്രശ്നങ്ങൾ ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. അത് വാർത്തയാവുകയും റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തതാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അതടക്കം വിശദമായി പരിശോധിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.